നമസ്കാരമുണ്ട്. കൊട്ടാരക്കര വാർത്തകളുടെ ന്യൂസ് റൂമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, യാത്രാ സൗകര്യമില്ലാതെ തീർത്ഥാടകർ വലയുകയാണ്. മറ്റൊന്നിനെക്കുറിച്ചല്ല പറയുന്നത്, മഹാകുംഭമേളയെക്കുറിച്ചാണ് പറയുന്നത്. 144 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന മഹാകുംഭമേളയിലേക്ക് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ അവിടെ പങ്കെടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് യാത്രാ സൗകര്യം യഥാർത്ഥത്തിൽ വിലക്കിയിരിക്കുന്നത് പോലെയാണ്. മതിയായ ഒരു യാത്രാ സൗകര്യം തീർത്ഥാടകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഏറിക്കൊണ്ടിരിക്കുകയാണ്. കുംഭമേള കേരളത്തിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്ന നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ഭക്തരുടെയൊക്കെ ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. 144 വർഷത്തിൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനങ്ങളിൽ ഒന്നാണ്. മേളയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും സന്യാസികരും പങ്കെടുക്കുന്നു. കേരളമൊഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം പ്രത്യേക തീവണ്ടികളുണ്ട്. കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിലവിലുള്ള ഗതാഗത സൗകര്യങ്ങൾ ഈ വേളയിൽ തീർത്ഥാടകരുടെ ആവശ്യം നിറവേറ്റാൻ അപര്യാപ്തമാണ്. എത്രയും പെട്ടെന്ന് ദക്ഷിണ റെയിൽവേയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ചേർന്ന് കേരളത്തിൽ നിന്ന് പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്നാണ് തീർത്ഥാടകരുടെ ശക്തമായിട്ടുള്ളൊരാവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് 1000-ലധികം പേരടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചിട്ട് തീർത്ഥാടകരൊക്കെ തന്നെ ഗവൺമെൻറ്റിന്മേൽ ശക്തമായ സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ അത്തരത്തിൽ ഒരു യാത്രാ സൗകര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതൊക്കെ ഒരു കാര്യം. കേരളത്തിൽ നിന്ന് കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹവുമായി യാത്രാ സൗകര്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങുന്നവർക്ക് കടുത്ത നിരാശയാണ് ലഭിക്കുന്നത് കേട്ടോ. മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ ആവശ്യപ്രകാരം റെയിൽവേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നിരവധി പാക്കേജുകൾ അടങ്ങുന്ന ട്രെയിൻ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുമ്പോഴും കേരളത്തിലുള്ളവർക്ക് ഇതൊക്കെ അന്യമാവുകയാണ്. കേരളത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിന് ഒരു ക്ലാസ്സിലും ടിക്കറ്റുകൾ ലഭ്യമല്ല. ഫ്ലൈറ്റിനാണെങ്കിൽ 3-4 ഇരട്ടി ചാർജാണ്. കഴിഞ്ഞ ആഴ്ച ഏകദേശം വാരണാസി ടിക്കറ്റ് 7000 മുതൽ 8000 രൂപയാണെങ്കിൽ നിലവിൽ അത് 2-3 ഇരട്ടിയാണ്. മാത്രമല്ല സാധാരണക്കാർക്ക് ഇത് അപ്രായോഗികവുമാണ്. അതുകൊണ്ട് മഹാകുംഭമേളയ്ക്ക് കേരളത്തിൽ നിന്നും 1-2 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന തീർത്ഥാടകരുടെ ആവശ്യം ശക്തമാവുകയാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന നാട്ടുകാരുടെ അല്ലെങ്കിൽ തീർത്ഥാടകരുടെ യാത്രക്കാരുടെയൊക്കെ ആവശ്യം ശക്തമായി മുന്നിൽ നിൽക്കുകയാണ്.